ഈ ചാനലിൽ ഞാൻ ഇതുവരെ അവതരിപ്പിച്ച നൂറുകണക്കിന് കഥകളിൽ ഇന്നത്തെ കഥ എളുപ്പത്തിൽ ഏറ്റവും വേദനാജനകമായ ആദ്യ 5-ൽ ഇടം പിടിക്കും. കഥയുടെ അവസാനം സംഭവിക്കുന്ന ഒരു ഭാഗം അതീവമായി മാനസികമായി അലട്ടുന്നതാണ്. ഈ കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റിലൂടെ പറയാം. ടോം ഹോക്സ് എന്നയാൾക്ക് 39 വയസ്സ്, 2 ടീനേജ് പ്രായത്തിലുള്ള ആൺമക്കളുടെ അച്ഛൻ. ആ വർഷം തന്നെ അദ്ദേഹം വിവാഹമോചനം നേടി. ഒരു ദിവസം കാലിഫോർണിയയിലെ ന്യൂപോർട്ട് ബീച്ചിൽ നടന്ന ഒരു കുക്ക് ഓഫ് പരിപാടിയിൽ ടോം തന്റെ 2 മക്കളോടൊപ്പം പങ്കെടുത്തു. ആളുകളുടെ തിരക്കിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടോം അത്യന്തം സുന്ദരിയായ ഒരു സ്ത്രീയെ ശ്രദ്ധിക്കുന്നു. അവളിൽ നിന്നും കണ്ണെടുക്കാനാകുന്നില്ല. അവൻ അത്രയേറെ സമയം അവളെ നോക്കിയിരുന്നതിനാൽ ആ സ്ത്രീക്ക് തന്നെ അത് മനസ്സിലായി. അവൾ മേലോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നാണത്തോടെ മുഖം ചുവപ്പിച്ച് കണ്ണുമാറ്റി. അപ്പോ ടോം ഒന്ന് ലജ്ജിച്ചു. അവന് മനസ്സിലായി താൻ നോക്കുന്നുണ്ടെന്ന കാര്യം ആ സ്ത്രീക്ക് മനസ്സിലായി എന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം പോയി പരിചയപ്പെടാമെന്ന് തീരുമാനിച്ച് ടോം അവളുടെ അടുത്തേക്ക് നടക്കുന്നു. കാണാൻ അത്യാവശ്യം സുന്ദരനായ ആകർഷകനായ ടോം അവളുടെ മുന്നിലെത്തി സ്വയം പരിചയപ്പെടുത്തുന്നു. അവൾ പുഞ്ചിരിയോടെ മറുപടി പറയുന്നു. അവളുടെ പേര് ജാക്കി, പ്രായം 29, വിവാഹം കഴിഞ്ഞിട്ടില്ല. ആ നിമിഷം മുതൽ തന്നെ ഇരുവരും തമ്മിൽ മികച്ച ഒരു ബന്ധം രൂപപ്പെടുത്തി. ഇരുവരും ദിവസങ്ങൾ കഴിയുന്തോറും ഒരു പ്രണയത്തിലാവുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ 1989 150 പേർ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ അവർ വിവാഹിതരായി. വിവാഹത്തിന് ശേഷം ജാക്കി ടോമിനും അവന്റെ 2 മക്കളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. ആൺകുട്ടികളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ ജാക്കിയെ അമ്മ എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. കാരണം അവൾ അവരോടൊപ്പം താമസിച്ചത് കൊണ്ട് മാത്രമല്ല, അവൾ അത്രമേൽ സ്നേഹവും കരുതലുമുള്ള ഒരാളായിരുന്നു. ജാക്കി 22 വയസ്സുള്ളപ്പോൾ ഒരു ഭീകരമായ മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ടിരുന്നു. ആ അപകടം അവളുടെ ശരീരത്തിനുള്ളിൽ വരുത്തിയ ഗുരുതരമായ പരിക്ക് കാരണം അവൾക്ക് സ്വന്തമായി കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവില്ലായിരുന്നു. ഒരു കുഞ്ഞ് അവൾ എന്നും ആഗ്രഹിച്ച ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 കുട്ടികളുടെ അമ്മയായിരിക്കാനുള്ള ഒരവസരം ലഭിച്ചപ്പോൾ ജാക്കി അതിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു. അവൾ അവർക്കൊരു അതിമനോഹരിയായ അമ്മയായി. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ടോമും ജാക്കിയും ചേർന്ന് ആ 2 മക്കളെയും വളർത്തി. 2002 ആൺകുട്ടികളൊക്കെ വളർന്ന് അവരുടേതായ ജീവിതം നോക്കിപ്പോയി. ഇത് ടോമിനും ജാക്കിക്കും വേദനയുണ്ടാക്കിയ ഒരു ഘട്ടമായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും അർത്ഥപൂർണമായത് അവർ മാതാപിതാക്കളായതുകൊണ്ടാണ്. മക്കളുമായി അവർ അതീവ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പക്ഷേ ആ സമയം അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്. അതിനായി അവർ വർഷങ്ങളായി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. ഓരോ വർഷവും അവർ പണം മാറ്റിവെച്ചു. ലക്ഷ്യം ഒന്നായിരുന്നു: മക്കൾ വീട് വിട്ടു പോകുന്ന സമയം ഇരുവരും ഒരുമിച്ച് റിട്ടയർ ആവുക. അവരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം എങ്ങനെയെന്ന് അറിയണ്ടേ? ഒരു യാച്ച് വാങ്ങുക, അതിൽ താമസിച്ച് കാലിഫോർണിയ മെക്സിക്കോ തീരങ്ങളിലൂടെ സഞ്ചരിക്കുക. യാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാസ ബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ടോം ജാക്കിയും അത്ര സമ്പന്നരൊന്നും ആയിരുന്നില്ല. പക്ഷേ അവർ കൃത്യമായി പണം സമ്പാദിക്കാൻ തുടങ്ങി. ലളിതമായി ജീവിച്ചു. സാമ്പത്തിക ശാസനം എല്ലാം പാലിച്ചു. വർഷങ്ങളായി അവർ ഓരോ പൈസയും സേവ് ചെയ്തു. അവസാനം 2002 മക്കൾ വീട് വിട്ടു പോയപ്പോൾ അവർ ന്യൂപോർട്ട് ബീച്ചിലെ സ്വന്തം വീട് വിറ്റു. ആ വീട് വിറ്റതിൽ നിന്നും ലഭിച്ച തുകയും അവർ സൂക്ഷിച്ചിരുന്ന സമ്പാദ്യവും എല്ലാം ചേർത്ത് ഒരു ചെറിയ പഴകിയ യാച്ച് വാങ്ങാൻ തീരുമാനിച്ചു. ആ യാച്ചിന് അവർ നൽകിയ പേര് വെൽ ഡിസേർവ്ഡ് എന്നായിരുന്നു. അത് കേൾക്കുന്ന പോലെ തന്നെ ആഡംബര യാച്ചൊന്നും ആയിരുന്നില്ല. പക്ഷെ ടോമിനും ജാക്കിക്കും അതൊരു സ്വപ്ന സാഫല്യമായിരുന്നു. ന്യൂപോർട്ടിൽ നങ്കൂരമിട്ട ഉടനെ അവർ വീടിനുള്ളിലെ എല്ലാ സാധനങ്ങളും പോർട്ടിലേക്ക് മാറ്റി. ഇനി അതാണ് അവരുടെ വീട്. തുടർന്ന് അവരതിനെ സൂക്ഷ്മമായി വൃത്തിയാക്കി, ക്രമപ്പെടുത്തി, കഴിയുന്നത്ര മെച്ചപ്പെടുത്തി. പരിമിതമായ ബജറ്റിനുള്ളിൽ തന്നെ അവർ ആ യാച്ചിന്റെ അകത്തും പുറത്തും എല്ലാം മനോഹരമാക്കി. ആ ഒരു വേനൽക്കാലത്തോടെ ആ യാച്ച് അവരുടെ ഒരു യഥാർത്ഥ വീടായി തന്നെ മാറി. അടുത്ത 2 വർഷം അവർ അവരുടെ സ്വപ്ന ജീവിതം നയിച്ചു. കാലിഫോർണിയയുടെയും മെക്സിക്കോയുടെയും തീരങ്ങളിലൂടെ സഞ്ചരിച്ചു. മനോഹരമായ സൂര്യാസ്തമയങ്ങൾ കണ്ടു. പുതുതായി പിടിച്ചെടുത്ത മീൻ കഴിച്ചു. ഒരുമിച്ച് കോക്ടെയിലുകൾ ആസ്വദിച്ചു.
അവരുടെ ആ ഒരു റിട്ടയർമെന്റ് ജീവിതം അവർ പൂർണ്ണമായും ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ 2004 ആയപ്പോൾ അവർക്കൊരു അപ്രതീക്ഷിത വാർത്ത തേടിയെത്തി. അവരുടെ ഒരു മകൻ അച്ഛനായി എന്ന വാർത്ത. ടോം ജാക്കി മുത്തച്ഛനും മുത്തശ്ശിയുമാകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയായിരുന്നു അത്. അവരുടെ ആദ്യ കൊച്ചുമകൻ. അതുകൊണ്ട് തന്നെ അവരിരുവരും അതീവ ആവേശത്തിലായിരുന്നു, പ്രത്യേകിച്ച് ജാക്കി. ഓർക്കുക, അവൾക്ക് സ്വന്തമായി കുട്ടികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നതിൻ്റെ ഒരു അനുഭൂതി, ആ ചെറിയ കുഞ്ഞിനെ കൈകളിൽ എടുത്ത് പിടിക്കാനുള്ള ചിന്ത, അതൊക്കെയും ജാക്കിക്ക് അതീവ സന്തോഷം നൽകുന്നതായിരുന്നു. യാച്ചിൽ ജീവിക്കുന്നത് ടോമിനും ജാക്കിക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണെന്ന് തോന്നി. യാച്ച് വിറ്റ് അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് കരയിൽ ഒരു വീട് വാങ്ങുക, മകനും വരാനിരിക്കുന്ന കൊച്ചുമകനുമായി അടുത്തായി താമസിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ ആ വർഷം നവംബറിൽ അവർ ഒരു ഷിപ്പിംഗ് മാഗസീനിൽ ഈ യാച്ച് വിൽപ്പനയ്ക്കുള്ള പരസ്യം നൽകി. ഏകദേശം $500,000 ആയിരുന്നു അവർ ആവശ്യപ്പെട്ട വില. ഈ പരസ്യം വന്നതിന് പിന്നാലെ തന്നെ കുറച്ച് പണം സേവ് ചെയ്തിരുന്ന ഒരു യുവ ദമ്പതികൾ ആ യാച്ച് വാങ്ങാനായി മുന്നോട്ട് വന്നു. ഇതിൽ ടോമിനും ജാക്കിക്കും അതീവ സന്തോഷമായി. അവരുടൻ തന്നെ അവരുടെ 2 മക്കളെയും വിളിച്ച് ഈ സന്തോഷ വാർത്ത അറിയിച്ചു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിൽപ്പന നടപടികൾ പൂർത്തിയാക്കുമെന്നും പിന്നീട് എല്ലാവരെയും വീണ്ടും ബന്ധപ്പെടാം എന്നും പറഞ്ഞു. മക്കൾ ഏത് നിമിഷവും അച്ഛനും അമ്മയും വിളിക്കുമെന്ന് കരുതി കാത്തിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടും ഒരു വിളിയും വന്നില്ല. മക്കൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. ടോമും ജാക്കിയും കുടുംബമായി ബന്ധപ്പെടാതെ ഇത്രയും ദിവസം അങ്ങനെ കഴിയുന്നവരെ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിശബ്ദത അവർക്ക് വലിയ അസാധാരണമായി തോന്നി. ഈ വിവരം അറിഞ്ഞപ്പോൾ ടോമിന്റെ സഹോദരനായ ജിം ഒരു റിട്ടയർ പോലീസ് ചീഫുമായി ചേർന്ന് കാറിൽ കയറി കാലിഫോർണിയയിലെ ന്യൂ പോർട്ട് ബീച്ചിലേക്ക് പുറപ്പെട്ടു. ഒരു പക്ഷേ യാച്ചിന്റെ വിൽപ്പന പൂർത്തിയായിട്ടില്ലായിരിക്കാം, അവർ ഇപ്പോഴും പോർട്ടിലായിരിക്കാം എന്നായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ അവർ രണ്ടുപേരും ഡോക്കിലെത്തി. യാച്ച് നിർത്തിയിരുന്ന ആ ഫ്ലോട്ടിംഗ് സെക്ഷനിലേക്ക് നടന്നു. നേരെ ഈ വെൽ ഡിസേർവ്ഡ് എന്ന യാച്ചിന്റെ അരികിലെത്തി. അവിടെ നോക്കിയപ്പോൾ ആ യാച്ചിൽ ആരും ഉള്ളതായി തോന്നിയില്ല. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ജിം ചില അസ്വാഭാവിക കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ബോട്ടിന്റെ വശങ്ങളിൽ ചില കയറുകൾ അഴിച്ചിട്ട് തൂങ്ങിയ നിലയിൽ കിടക്കുകയാണ്. പക്ഷേ ടോം എല്ലാം ക്രമമായി ഒതുക്കി വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. യാച്ച് എപ്പോഴും വൃത്തിയായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കും. അപ്പോൾ ടോം യാച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കയറുകൾ ഇങ്ങനെ ഉപേക്ഷിച്ച് വിടില്ല. കൂടാതെ ഈ പാനലുകൾ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ചില ടാർപ്പകൾ അത് മാറ്റിയിരിക്കുന്നത് കണ്ടു. അതൊന്നും തിരികെ നന്നായി മടക്കിയെടുത്ത് ഒതുക്കി വെച്ചിരുന്നില്ല. ഇതൊന്നും ടോം ജാക്കി ഇവർ ഒരിക്കലും ചെയ്യുന്ന കാര്യമേ അല്ല. കൂടാതെ അവിടെ ചില മലിനമായ ടവലുകളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ ജിമ്മിനും സുഹൃത്തിനും തോന്നിയത് ഇതായിരുന്നു: യാച്ച് വിൽപ്പന പൂർത്തിയായിട്ടുണ്ട്, പുതിയ ഉടമകളായിരിക്കും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പോട്ട് ഇങ്ങനെ അശ്രദ്ധമായി മലിനമായി കിടക്കുന്നത്. ടോമും ജാക്കിയും ഒരിക്കലും ഇങ്ങനെ ബോട്ടിനെ വൃത്തിഹീനമാക്കില്ല എന്ന്. അതുകൊണ്ട് ജിം തന്റെ ബിസിനസ് കാർഡ് എടുത്ത് അതിൽ ഒരു കുറിപ്പെഴുതി: ഈ ബോട്ടിന്റെ മുൻ ഉടമകൾ എന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയുമാണ്. അവരിപ്പോ കാണാനില്ല. പുതിയ ഉടമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഇങ്ങനെ എഴുതി ആ കാർഡ് ആ യാച്ചിൽ വെച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും പോയി. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ജിമ്മിന്റെ ഫോൺ റിംഗ് ആയി. ഫോൺ എടുത്തപ്പോൾ മറുവശത്ത് 21 വയസ്സുള്ള ജെന്നിഫർ ഡി ലിയൺ എന്ന യുവതിയായിരുന്നു. അവൾ പറഞ്ഞത് ജിമ്മിന്റെ കാർഡ് അവർ അവരുടെ യാച്ചിൽ കണ്ടുവെന്ന്. അതെ, അവളും ഭർത്താവും അടുത്തിടെ ഹോക്സിൽ നിന്നും ഈ യാച്ച് വാങ്ങിയിരുന്നു. പക്ഷേ ടോമിനെയും ജാക്കിയെയും ബന്ധപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നും അവൾ പറഞ്ഞു. യാച്ച് വാങ്ങിയതിന് ശേഷം ചില കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ അവർ വളരെ ബുദ്ധിമുട്ടി. അതിനാൽ ടോമിനോടും ജാക്കിയോടും സംസാരിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. കൂടാതെ ടോമിന്റെയും ജാക്കിയുടെയും ചില സ്വകാര്യ സാധനങ്ങൾ ആ യാച്ചിൽ വെച്ച് അവർ മറന്നുപോയിരുന്നു. അത് തിരികെ നൽകേണ്ടതുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ജിം ചോദിച്ചു: നിങ്ങളും നിങ്ങളുടെ ഭർത്താവും അവസാനമായി ടോമിനെയും ജാക്കിയെയും കണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ ജെന്നിഫർ പറഞ്ഞത് ആ ബോട്ടിന്റെ വിൽപ്പന പൂർത്തിയായ ദിവസം പണം കൈമാറി അവർ കാറിൽ കയറി പോയതും ഞങ്ങൾ കണ്ടിരുന്നു. അവരെവിടേക്ക് പോകുന്നു എന്നെന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ജിം ചോദിച്ചു. ഇതിന് ജെന്നിഫർ: വളരെ വ്യക്തിപരമായ സംഭാഷണങ്ങളൊന്നും ഞങ്ങൾ നടത്തിയിരുന്നില്ല. എന്നാൽ ടോം പലപ്പോഴും പറഞ്ഞിരുന്നു മെക്സിക്കോയിൽ അരിസോണ അതിർത്തിയോട് ചേർന്ന ഒരു പട്ടണത്തിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന്. കാരണം അവിടെ താമസിക്കുന്ന ഒരു മകനുണ്ട്. അവനും ഉടൻ അച്ഛനാകാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ജിം അവർക്ക് നന്ദി പറഞ്ഞു. ടോമിനെയും ജാക്കിയെയും ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ദയവായി എന്നെ അറിയിക്കണമെന്നും ജാക്കി പറഞ്ഞു. ഇതിന് മറുപടിയായി ജെന്നിഫർ പറഞ്ഞത്: നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ദയവായി എന്നെ അറിയിക്കണം, എനിക്കും അവരുമായി സംസാരിക്കേണ്ടതുണ്ട് എന്ന്. അങ്ങനെ ഫോൺ കോൾ കട്ട് ചെയ്തു.
ഇപ്പോൾ ജിം ആലോചിക്കാൻ തുടങ്ങി, ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോഴാണ് ജിം മറ്റൊരു കാര്യം ഓർത്തത്. ടോമും ജാക്കിയും യാച്ചിൽ താമസിച്ചിരുന്ന ആ കാലത്ത് അവർ പാട്രീഷ്യ എന്നൊരു സ്ത്രീയെ ചില ജോലികൾക്കായി നിയമിച്ചിരുന്നു. കടലിൽ താമസിക്കുന്നതിനാൽ സ്ഥിരമായി ഇന്റർനെറ്റ് ലഭിക്കില്ല എന്ന് ടോമിനും ജാക്കിക്കും അറിയാം. അതുകൊണ്ട് ബില്ലുകൾ അടയ്ക്കാനും നികുതികൾ കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിനാലാണ് പാട്രീഷ്യ എന്ന സ്ത്രീ, ഇത് ഇവരുടെ അടുത്ത സുഹൃത്തു കൂടിയായ ഒരാളാണ്, അവരെ നിയമിച്ചു. ബില്ലുകൾ അടയ്ക്കാനും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമായിരുന്നു അവരുടെ ചുമതല. ഇപ്പോൾ ജിം ഈ പാട്രീഷ്യയുടെ നമ്പർ കണ്ടെത്തി അവരെ വിളിച്ചു. അവൻ ആദ്യം ചോദിച്ചത്, അടുത്തിടെ ടോമിനോടോ ജാക്കിയോടോ നിങ്ങൾ സംസാരിച്ചു എന്ന്. ഇതിനവളും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ജിം നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. തുടർന്ന് അവൻ ചോദിച്ചു, അവരവരുടെ അക്കൗണ്ടിലേക്ക് അടുത്തിടെ ഒരു വലിയ തുക, ഏകദേശം $5 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. പാട്രീഷ്യ ഉടൻ തന്നെ അവരുടെ അക്കൗണ്ട് പരിശോധിച്ചു. എന്നിട്ട് ഇല്ലില്ല, അങ്ങനെയുള്ള ഡെപ്പോസിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു. ഇരുവരും സംസാരിച്ചതിന് ശേഷം ജിം ഫോൺ കട്ട് ചെയ്തു. എന്നാൽ അപ്പോഴും ജിമ്മിന്റെ മനസ്സിൽ എന്തോ ഒരു മോശം തോന്നലുണ്ടായി. അവൻ ഉടൻ തന്നെ ന്യൂപോർട്ട് ബീച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു. ടോമിനെയും ജാക്കിയെയും കാണാനില്ല എന്ന് ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ആദ്യം ചെയ്തത് ഈ ആച്ച് വാങ്ങിയ ഡെയ്ലിയൂൺ ദമ്പതികളെ കുറിച്ച് അന്വേഷിച്ചു. 25 വയസ്സുള്ള ഭർത്താവ് സ്കൈലർ ഡെയ്ലിയോൺ ഒരു കുറ്റവാളിയാണെന്ന് അവർ കണ്ടെത്തി. മുൻപ് ഒരു കവർച്ച കുറ്റത്തിന് അറസ്റ്റിലായിട്ടുണ്ട്. ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഹോക്സ് ദമ്പതികളെ അവസാനമായി കണ്ടവരായ ഈ ഡെയ്ലിയൂൺ ദമ്പതികളെ കുറിച്ച് പോലീസിന് എന്തോ സംശയം തോന്നി. അതുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവിനെ ഈ ഡോക്കിലേക്ക് അയച്ചു. യാച്ച് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഡിറ്റക്റ്റീവ് ഈ വെൽ ഡിസർവ്ഡ് എന്ന യാച്ചിന്റെ അരികിലെത്തി. അകത്താരും ഉള്ളതായി തോന്നിയില്ല. എന്നാൽ ജനലിലൂടെ നോക്കുമ്പോൾ ബോട്ടിനുള്ളിൽ രക്തക്കറ പോലുള്ള ഒരു കൈപ്പത്തിയുടെ അടയാളം കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സെർച്ച് വാറന്റ് തേടി. അന്നേ ദിവസം തന്നെ പോലീസ് ആ യാച്ച് മുഴുവനും പരിശോധിച്ചു. പക്ഷെ അത് രക്തമല്ല, ഒരു റസ്റ്റായിരുന്നു. മറ്റ് യാതൊരു നിർണായക തെളിവുകളും അവർക്ക് അവിടെ നിന്നും കിട്ടിയതുമില്ല. ഇപ്പൊ പോലീസിന് തന്നെ വലിയ നിരാശയായി. തുടർന്ന് അവർ ഈ സ്കൈലറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഹോക്സ് ദമ്പതികളുമായി നടന്ന അവസാന ഇടപാടുകളെ കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. സ്കൈലർ പൂർണ്ണമായും അവരുടെ ഈ അന്വേഷണത്തിന് സഹകരിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞത്, ഫിഷിംഗ് മാഗസീനിൽ വന്ന ഒരു പരസ്യം കണ്ടാണ് ഈ ആച്ചിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഉടൻ തന്നെ ടോമിനെ ബന്ധപ്പെട്ടു. ഇരുവരും ചേർന്ന് ഒരു സീ ട്രയൽ നടത്തി. ഒരു ബോട്ടിന്റെ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു അത്. ബോട്ട് ഇഷ്ടമായതോടെ വാങ്ങാനും തീരുമാനിച്ചു. നവംബർ 15-ന് സ്കൈലറും അവന്റെ ഗർഭിണിയായ ഭാര്യ ജെനിഫറും അവരുടെ ചെറിയ മകളും ഒരു നോട്ടറിയും സ്കൈലറിന്റെ ഒരു സുഹൃത്തും ഇവരെല്ലാവരും ഡോക്കിനടുത്തുള്ള പാർക്കിംഗ് ലോട്ടിലെത്തി. അവിടെ ടോമും ജാക്കിയും എത്തിയിരുന്നു. സ്കൈലർ ക്യാഷ് നിറച്ച ഒരു സ്യൂട്ട് കേസ് ടോമിന് കൈമാറി. ഈ നോട്ടറിയുടെ സാന്നിധ്യത്തിൽ വിൽപ്പന രേഖകളും ഒപ്പിട്ടു. പണം വാങ്ങിയ ശേഷം ടോമും ജാക്കിയും അവരുടെ SUV കാറിൽ കയറി അവിടെ നിന്നും പുറപ്പെട്ടു. മെക്സിക്കോയിലേക്കാകാം എന്നായിരുന്നു സ്കൈലറിന്റെ ഒരു ധാരണ. ഇത് കേട്ട പോലീസ് വീണ്ടും ചോദിച്ചു, ഇത്ര വിലയേറിയ യാച്ച് വാങ്ങാൻ നിങ്ങൾക്ക് പണം എങ്ങനെ ലഭിച്ചു? ഇതിന് സ്കൈലർ പറഞ്ഞത്, 1990-കളിൽ പവർ റേഞ്ചേഴ്സ് എന്ന ഒരു പ്രശസ്ത TV ഷോയിൽ ബാലതാരമായി ഞാൻ അഭിനയിച്ചിരുന്നു. അതിന് കുറച്ച് പണം കിട്ടിയിരുന്നു, അത് സേവ് ചെയ്ത് വെച്ചിരുന്നു എന്നാണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് അവൻ തന്നെ നിഷേധിച്ചു. അത് സത്യമല്ല, യഥാർത്ഥത്തിൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പണം ഞാൻ മോഷ്ടിച്ചതാണെന്നും അവൻ പറഞ്ഞു. മുൻപ് അവൻ ശിക്ഷിക്കപ്പെട്ട ഒരു കവർച്ച കേസ്, ആ ഒരു കവർച്ചാ സമയത്ത് ഡ്രഗ് ഡീലറിൽ നിന്നും താൻ പണം മോഷ്ടിച്ചതാണ്. ജയിലിൽ പോകുന്നതിന് മുൻപ് അവൻ ആ മോഷണ പണം ഒളിപ്പിച്ചിരുന്നു. ജയിൽ വിട്ടിറങ്ങിയ ശേഷം അവൻ അത് തിരികെ എടുത്തു. പക്ഷെ അത് ഡ്രഗ് പണമായതിനാൽ ഹോട്ട് മണി ആയിരുന്നു. അത് നിയമപരമാക്കാൻ മണി ലോണ്ടറിങ് ചെയ്യണം. അതിനുവേണ്ടിയാണ് അവൻ ഈ യാച്ച് വാങ്ങിയത്. അതായത് കള്ളപ്പണത്തിൽ നിന്നും യാച്ച് വാങ്ങുക, യാച്ചിനെ വീണ്ടും വിൽക്കുക, അപ്പോൾ ശുദ്ധമായൊരു പണം ലഭിക്കും. ഇത് കേട്ട് പോലീസ് തന്നെ ഞെട്ടിപ്പോയി. സ്വയം തന്നെ സ്കൈലർ മണി ലോണ്ടറിങ് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എങ്കിലും ഈ അന്വേഷണത്തിൽ തുറന്ന സമ്മതത്തോടെ സഹകരിച്ചതിനാൽ പോലീസ് അവനെ ആ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തില്ല. സ്കൈലറിനെ വിട്ടയച്ചു. തുടർന്ന് പോലീസ് അവന്റെ ഭാര്യ ജെനിഫർ, നോട്ടറി, അവസാന വിൽപ്പനയ്ക്ക് സാക്ഷിയായി വന്ന സുഹൃത്ത്, ഇവരെല്ലാം ചോദ്യം ചെയ്തു. അവരോട് ചോദിച്ചത് ഒരേയൊരു കാര്യമാണ്, ടോമിനെയും ജാക്കിയെയും അവസാനമായി കണ്ടത് എങ്ങനെയായിരുന്നു? മൂവരും പറഞ്ഞ കഥ ഒരുപോലെയായിരുന്നു. ടോമും ജാക്കിയും ക്യാഷ് നിറച്ച സ്യൂട്ട് കേസ് വാങ്ങി രേഖകൾ ഒപ്പിട്ടു അവരുടെ SUV കാറിൽ കയറിപ്പോയി, അത്രമാത്രം. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. അത് ടോമിന്റെയും ജാക്കിയുടെയും പെരുമാറ്റത്തെ കുറിച്ചാണ്. സ്കൈലർ പറഞ്ഞത് ടോം വളരെ ആശങ്കയോടെയും സംശയത്തോടെയും പെരുമാറി എന്നാണ്. പക്ഷെ നോട്ടറി പറഞ്ഞത്
ഇല്ലില്ല, എനിക്ക് തോന്നിയത് ടോമും ജാക്കിയും പൂർണ്ണമായും നോർമൽ ആയിരുന്നുവെന്ന്. ഈ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞപ്പോൾ പോലീസിന് തങ്ങളൊരു ഡെഡ് എൻഡിലെത്തിയതുപോലെ തോന്നി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനാൽ അവർ മീഡിയയെ സമീപിച്ചു. ടോമിന്റെയും ജാക്കിയുടെയും ഫോട്ടോകളും അവരുടെ SUVയുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഇവരെ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്നൊരു പരസ്യം TV-യിലൂടെ പുറത്തുവിട്ടു. ഇത് പുറത്തുവിട്ട 2 ദിവസത്തിനകം മെക്സിക്കോയിലുള്ള ഒരു വയോധിക ദമ്പതികൾ പോലീസിനെ വിളിച്ചു. ഈ ഹോക്സ് ദമ്പതികളുടെ SUV കാർ ഞങ്ങളുടെ വീടിന് മുന്നിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ മെക്സിക്കൻ അധികാരികളും അമേരിക്കൻ പോലീസും അവിടേക്ക് പാഞ്ഞെത്തി. SUV പാർക്ക് ചെയ്തിരുന്ന വീടിന്റെ വാതിൽ മുട്ടി. വാതിൽ തുറന്നത് ആർക്കും പരിചയമില്ലാത്ത മെക്സിക്കോയിൽ താമസിച്ചിരുന്ന ഒരാളാണ്. അയാളോട് പോലീസ് ചോദിച്ചു, ഈ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന SUV ആരുടേതാണെന്ന്. അതിനവൻ പറഞ്ഞത്, അതെന്റെ ഒരു സുഹൃത്തിന്റെ കാറാണ്. നിന്റെ സുഹൃത്ത് ടോം ഹോക്സ് ആണോ അല്ലെങ്കിൽ ജാക്കി ഹോക്സ് ആണോ എന്ന് പോലീസ് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, അല്ലല്ല, ടോം ഹോക്സും ജിമ്മി ഹോക്സുമോ, അതാരാണ്? ഇത് സ്കൈലർ ഡി ലിയോന്റെ കാറാണ്. ആ നിമിഷമാണ് പോലീസിന് എല്ലാം വ്യക്തമായത്. സ്കൈലർ തങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അവൻ പറഞ്ഞത് ടോമും ജാക്കിയും SUV കാറിൽ കയറി അവിടെ നിന്നും പോയി എന്നാണ്. പക്ഷെ യാഥാർത്ഥ്യം, അവരുടെ കാർ പിന്നീട് സ്കൈലറുടെ കൈവശം എത്തിയിരുന്നു. അതെങ്ങനെ? അതവൻ മെക്സിക്കോയിലുള്ള ഒരു വ്യക്തിക്കും കൈമാറി. സത്യം മനസ്സിലായ പോലീസ് ഉടൻ തന്നെ സ്കൈലർ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ ഈ മണി ലോണ്ടറിംഗ് കുറ്റം അതുപയോഗിച്ച് അവനെ അറസ്റ്റ് ചെയ്തു. അവന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. സ്കൈലറിന്റെയും ജെനിഫറിന്റെയും വീട്ടിൽ നിന്നും ഹോക്സ് ദമ്പതികളുടേതായ നിരവധി സാധനങ്ങൾ കണ്ടെത്തി. ലാപ്ടോപ്പുകൾ, വീഡിയോ ക്യാമറകൾ തുടങ്ങിയവ. ഇതൊന്നും ഒരിക്കലും ടോം ജാക്കിയും യാച്ചിൽ ഉപേക്ഷിക്കുന്നവയേ അല്ല. ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും സ്കൈലർ തന്റെ കുറ്റം നിഷേധിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം വലിയ തെറ്റിദ്ധാരണയാണ്, അവരെവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല എന്ന്. അതേസമയം അവന്റെ ഭാര്യ ജെനിഫറും അതേ നിലപാടിലായിരുന്നു. പക്ഷെ പോലീസ് അവരെ വിശ്വസിച്ചില്ല. സ്കൈലർ എന്തോ മറച്ചു വെക്കുന്നുവെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവനെ ചോദ്യം ചെയ്തിട്ടും ഒന്നും കിട്ടാതെ വന്നപ്പോൾ പോലീസ് വീണ്ടും നോട്ടറിയെയും സാക്ഷിയായിരുന്ന മറ്റൊരു സുഹൃത്തിനെയും വിളിച്ചു. ഈ നോട്ടറിയുടെ പേര് കാത്തലിൻ ഹാരിസ് എന്നായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും നിയമപ്രശ്നങ്ങളിൽ പെട്ടിട്ടില്ലാത്ത വളരെ വിശ്വസ്തയായ ഒരാൾ. അവൾ പറഞ്ഞു, ടോമും ജാക്കിയും വന്നു, രേഖകൾ ഒപ്പിട്ടു, പണം വാങ്ങി SUV-യിൽ കയറിപ്പോയി. പക്ഷേ കടുത്ത ചോദ്യം ചെയ്യലിന് ശേഷം കാത്തറിൻ ഒടുവിൽ തകർന്നു പോയി. അവൾ പറഞ്ഞു, ഞാൻ ടോമിനെയും ജാക്കിയെയും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. സ്കൈലർ മുൻപ് ഒപ്പിട്ടിരുന്ന രേഖകൾ പിന്നീട് തീയതി മാറ്റി ഒപ്പിടാൻ എനിക്ക് ക്യാഷ് നൽകി. എന്നാൽ ആ ദമ്പതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇതോടെ അടുത്തയാളെ, അതായത് സാക്ഷിയായി വന്ന അലോൺസോ മേസൺ എന്നയാൾ ഇവരെ ചോദ്യം ചെയ്തു. ആദ്യം അവനും പഴയ കഥ തന്നെയാണ് പറഞ്ഞത്. പോലീസ് അവനെയും അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്തു. പിന്നീട് അയാൾ എല്ലാം സമ്മതിച്ചു. താൻ അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നയാൾ സമ്മതിച്ചു. സത്യമെല്ലാം തുറന്നു പറഞ്ഞാൽ നിനക്ക് ലഭിക്കുന്ന ശിക്ഷ വളരെയധികം കുറയ്ക്കാൻ സാധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. അവസാനം അലോൺ എല്ലാം സമ്മതിച്ചു. ഈ അലോൺസോ എന്നത് ഒരു ജയിൽ വാർഡനായിരുന്നു. തന്റെ 20കളുടെ തുടക്കത്തിൽ സ്കൈലർ ഒരു കവർച്ച കേസിൽ ജയിലിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. സ്കൈലർ ജയിൽ വിട്ട് ഇറങ്ങിയിട്ടും ഇരുവരും ബന്ധം തുടരുകയായിരുന്നു. 2004 നവംബർ മാസത്തിൽ ഈ സ്കൈലർ അലോൺസോയോടൊരു ഭീകരമായ രഹസ്യം പറഞ്ഞു. ഞാനൊരു അന്താരാഷ്ട്ര കൊലയാളിയാണ്. ചീത്ത ആളുകളെ കൊല്ലാനായി എനിക്ക് പണം കിട്ടും. ഇപ്പോൾ എനിക്ക് 2 മോശം ആളുകളെ കൊല്ലാനുള്ള കോൺട്രാക്റ്റ് ഉണ്ട്, ടോം ഹോക്സും ജാക്കി ഹോക്സും. നീ സഹായിച്ചാൽ നിനക്ക് $10 ലക്ഷം തരാം. ഇതിന് അലോൺസോയും സമ്മതിച്ചു. നവംബർ 15-ന് സ്കൈലർ, അലോൺസോ, മൂന്നാമനായ ഒരു ജോണി കെനഡി, ഇവനും ഒരു കുറ്റവാളിയാണ്, മൂവരും ടോക്കിലെ പാർക്കിംഗ് യാർഡിലെത്തി. അവർ വന്നത് ഈ യാച്ചിന്റെ വിൽപ്പന പൂർത്തിയാക്കാനല്ല. അവർ വന്നത് ഒരു സീഡ് ട്രയലിനായി, ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയാണ്. പക്ഷേ ടോം ഹോക്സ് ഒരു ദീർഘകാല പ്രൊബേഷൻ ഓഫീസർ ആയതിനാൽ കുറ്റവാളികളോടൊപ്പം പ്രവർത്തിച്ച പരിചയമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൂവരെയും കണ്ട നിമിഷം തന്നെ ഇത് നല്ല കാര്യമല്ല എന്ന് ടോമിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ ബോട്ടിൽ കയറാൻ മടിച്ചു. ഇന്ന് വേണ്ട, മറ്റൊരു ദിവസം നമുക്ക് സീഡ് ട്രയൽ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇപ്പോൾ സ്കൈലർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ ഉടൻ തന്നെ തൻ്റെ ഭാര്യയായ ജെനിഫറിനെ വിളിച്ചു. കുറച്ച് മിനിറ്റുകൾക്കകം ജെനിഫർ അവളുടെ 1 വയസ്സുള്ള കുഞ്ഞുമായി അവിടെ എത്തി. ആ ഒരു നിമിഷമായിരുന്നു എല്ലാം മാറ്റിമറിച്ചത്. കുഞ്ഞിനെ കണ്ട നിമിഷം ജാക്കി അതിൽ വീണു. അവൾ കുഞ്ഞിനെ എടുത്തു. ജെനിഫറിനെ ഇഷ്ടപ്പെട്ടു. സാഹചര്യം പൂർണ്ണമായും അവർക്ക് അനുകൂലമായി മാറി.
ഇപ്പൊ ടോം പറഞ്ഞു, ശരി, ഇന്ന് തന്നെ നമുക്ക് സീ ട്രയൽ നടത്താം എന്ന്. അങ്ങനെ ഈ ഒരു സംഘം യാച്ചായ വെൽ ഡിസേർവ്ഡിലേക്ക് കയറാൻ തുടങ്ങി. ഇപ്പൊ ജെന്നിഫർ പറഞ്ഞു, എനിക്ക് സീ ട്രയലിന് വരാൻ പറ്റില്ല, കുഞ്ഞ് വളരെ അസ്വസ്ഥമാണ്, ഞാൻ വീട്ടിലേക്ക് പോകാം, നിങ്ങൾ തിരികെ വന്നാൽ കാണാമെന്ന്. ഈ സമയം ടോമും ജാക്കിയും ഇതിനോടകം തന്നെ സീ ട്രയലിന് സമ്മതിച്ചിരുന്നു. ആ 3 പേരോടൊപ്പം ബോട്ടിൽ കയറുന്നതിന് ഇവർക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ആ ദമ്പതികളിൽ അവർ ഒരു വിശ്വാസം വെച്ച് അവർ മുന്നോട്ട് പോയി. അങ്ങനെ ടോം, ജാക്കി, സ്കൈലർ, അലോൺസോ, ജോൺ ഈ 5 പേരും ബോട്ടിൽ കയറി കടലിലേക്ക് നീങ്ങി. ടോം ആ ബോട്ട് ഓടിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ കരയിൽ നിന്ന് വളരെ അകലേക്ക് പോയപ്പോൾ സ്കൈലറും ജോണും ടോമിനോട് പറഞ്ഞു, ബോട്ടിന്റെ താഴത്തെ ഭാഗത്ത് നിങ്ങൾക്കായി കാണിക്കാൻ ഞങ്ങൾക്കൊരു കാര്യമുണ്ടെന്ന്. അങ്ങനെ ടോം അവരുടെ കൂടെ താഴേക്ക് പോയി, ബെഡ്റൂമിലേക്ക്. ഇത് സംഭവിക്കുമ്പോൾ അലോൺസോയും ജാക്കിയും മുകളിൽ അടുക്കള ഭാഗത്തായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ താഴെ നിന്നും വളരെ വലിയൊരു ബഹളം അവർ കേട്ടു. മുകളിൽ നിൽക്കുന്ന അലോൺസോയ്ക്ക് അതെന്തുകൊണ്ടാണെന്നറിയാം. അത് സ്കൈലറും ജോണും ചേർന്ന് ടോമിനെ ആക്രമിക്കുന്ന ശബ്ദമായിരുന്നു. അത് മുകളിൽ നിൽക്കുന്ന അലോൺസോയ്ക്ക് നൽകിയ ഒരു സിഗ്നൽ ആയിരുന്നു. അവൻ പെട്ടെന്ന് മുന്നോട്ട് ചാടി ജാക്കിയെ പിടിച്ചു. അവൾ എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവളെ നിലത്തേക്ക് തള്ളി. കൈകൾ പിന്നിലേക്ക് വലിച്ച് കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് ഉപയോഗിച്ച് അവളുടെ കൈകൾ ബന്ധിച്ചു. അതേസമയം താഴെ ജാക്കിക്കും ഈ ആക്രമണത്തിന്റെ ശബ്ദമെല്ലാം കേൾക്കാമായിരുന്നു. അല്പസമയം കഴിഞ്ഞ് സ്കൈലറും ജോണും മുകളിലേക്ക് വന്നു. ടോം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവർ ജാക്കിയെ പിടിച്ച് താഴെയുള്ള ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ജാക്കി കണ്ടത് തന്റെ ഭർത്താവായ ടോം. അവൻ ഹാൻഡ് കഫ് ഇട്ട നിലയിൽ കിടക്കയിൽ കിടക്കുകയായിരുന്നു. അവർ ജാക്കിയെയും ടോമിനെയും അടുത്തേക്ക് തള്ളി. ഇപ്പൊ ജാക്കി സ്കൈലറിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ ഭാര്യയെ ഞങ്ങൾ കണ്ടു, നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ കയ്യിലെടുത്തു, ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത്? ഞങ്ങൾക്ക് വേണ്ടത് കരയിലേക്ക് തിരികെ പോവുക മാത്രമാണ്. ഞങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും ഒത്ത് ഞങ്ങൾക്ക് ജീവിക്കണം. പക്ഷേ സ്കൈലർക്ക് ഒരു പരിഗണനയുമില്ലായിരുന്നു. അവൻ അലോൺസോയോട് പറഞ്ഞു, ഇരുവരുടെയും വായിലും കണ്ണിലും ടേപ്പ് ഒട്ടിക്കാൻ. ഇത് സംഭവിക്കുമ്പോൾ സ്കൈലർ മുകളിലേക്ക് പോയി. ബോട്ട് കടലിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്ക് തിരിച്ചു. ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അലോൺസോ കണ്ടത് ടോം ജാക്കിയെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഒരു കൈ ഉയർത്താൻ കഴിഞ്ഞ അവൻ ജാക്കിയുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ചായിരിക്കും. അല്പസമയം കഴിഞ്ഞ് ബോട്ട് പെട്ടെന്ന് നിർത്തി. അവർ കടലിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്ത് എത്തിയിരുന്നു. എന്നിട്ട് സ്കൈലർ വിളിച്ചു പറഞ്ഞു, ഇരുവരെയും മുകളിലേക്ക് കൊണ്ടുവരാൻ. അലോൺസോയും ജോണും ടോമിനെയും ജാക്കിയെയും പിടിച്ച് ഡെക്കിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് സ്കൈലർ അവരെ ബലപ്പെടുത്തി ബോട്ടിന്റെ വിൽപ്പന രേഖകൾ ഒപ്പിടിപ്പിച്ചു. കൂടാതെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്കൈലറിന് ആക്സസ് നൽകുന്ന രേഖകളും ഒപ്പിടിപ്പിച്ചു. ഈ സമയത്ത് ജാക്കി ഒരു കാര്യമാണ് ചെയ്തത്. ഒരു പ്രമാണത്തിൽ അവൾ തന്റെ കുടുംബ പേരിലെ എസ് അക്ഷരം ഒഴിവാക്കി ഒപ്പിട്ടു. അതവൾ അറിയാതെ ചെയ്തതോ തെറ്റ് ചെയ്തതോ അല്ല, ബലപ്രയോഗത്തിൽ ഒപ്പിട്ടതാണ് എന്ന സൂചനയായി. ഭാവിയിൽ ആരെങ്കിലും തിരിച്ചറിയണം എന്നുള്ള അവളുടെ അവസാന ശ്രമമായിരുന്നു അത്. എല്ലാ രേഖകളും ഒപ്പിട്ട ശേഷം 3 പേരും ടോമിനെയും ജാക്കിയെയും ബോട്ടിന്റെ പിന്നിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ സ്കൈലർ അലോൺസോയോട് പറഞ്ഞു, മുന്നിലേക്ക് പോയി ആങ്കർ കൊണ്ടുവരാൻ. ഇത് കേട്ട നിമിഷം തന്നെ ടോമിനും ജാക്കിക്കും തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നല്ല കാര്യമല്ല എന്ന് മനസ്സിലായി. ഇപ്പോ ജാക്കി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടയക്കണം, ഞങ്ങളുടെ കൊച്ചുമകനെ കാണാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ടോം ഒരു വിധത്തിൽ സ്കൈലറുടെ കാലുകൾ പിടിച്ച് ശക്തമായി വലിച്ചു. പക്ഷേ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ 3 പേരും ചേർന്ന് വീണ്ടും ഇവരെ ബന്ധികളാക്കി. ടോമിനെയും ജാക്കിയെയും പുറകിലേക്ക് ചേർത്തിരുത്തി. ഇരുവരുടെയും ഹാൻഡ് കഫ് ഒന്നിച്ച് ബന്ധിപ്പിച്ചു. ഇപ്പോൾ അലോൺസോ ആ ഭാരമേറിയ ആങ്കർ വലിച്ചു കൊണ്ടുവന്നു. സ്കൈലർ ആങ്കറിന്റെ നീളമുള്ള ലോഹ ചങ്ങലെടുത്ത് അതിന്റെ അറ്റം ടോമിന്റെയും ജാക്കിയുടെയും ഹാൻഡ് കഫിൽ ബന്ധിച്ചു. എല്ലാം ഉറപ്പാക്കിയ ശേഷം സ്കൈലർ ആങ്കർ എടുത്ത് വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി തന്നെ തൂക്കി കടലിലേക്ക് എറിഞ്ഞു. ആങ്കർ ആ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ നിമിഷം ടോമും ജാക്കിയും കേട്ടത് ചങ്ങല വലിയ ശബ്ദത്തോടുകൂടി വലിച്ചിടയ്ക്കപ്പെടുന്ന ഒരു ശബ്ദം. ആങ്കർ നീങ്ങുന്തോറും അത് ടോമിനെയും ജാക്കിയെയും വലിച്ചിടയ്ക്കാൻ തുടങ്ങി. അലോൺസോ പറഞ്ഞത്, അന്ന് ജാക്കിയുടെ തല ബോട്ടിന്റെ വശത്തിടിച്ച് വളരെ വലിയൊരു പൊട്ടുന്ന ശബ്ദമുണ്ടായി. അതിനുശേഷം 3 പേരും നോക്കി നിന്നു. ടോമും ജാക്കിയും ഈ ആങ്കറിന്റെ ഭാരത്തോട് നിസ്സഹായമായി പോരാടുന്നത്. ടോം എന്തെങ്കിലുമൊക്കെ പിടിച്ച് ജാക്കിയെ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആങ്കറിന്റെ ഭാരം, ബോട്ടിന്റെ നീക്കം ഇവയെല്ലാം ചേർന്ന് അവരെ പതുക്കെ, വളരെ പതുക്കെ ആ കടലിലേക്ക് വലിച്ചിഴച്ചു.
വെള്ളത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകുമ്പോൾ അവർക്ക് പൂർണ്ണ ബോധമുണ്ടായിരുന്നു. 3500 അടി താഴെയുള്ള കടൽ തട്ടിലേക്ക് അവർ വേഗത്തിൽ താഴെ തട്ടിലേക്ക് വീഴാൻ തുടങ്ങി. അലോൺസോ പോലീസിനോട് വീണ്ടും പറഞ്ഞു. ടോമും ജാക്കിയും വെള്ളത്തിനടിയിലായ ആ നിമിഷം സ്കൈലർ വാവ് വാവ് എന്ന് കൂവി വിളിച്ചിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ ബോട്ടിന്റെ അരികിലേക്ക് അവൻ ഓടി. അവർ അപ്രത്യക്ഷമായ ആ സ്ഥലത്തേക്ക് നോക്കി നിന്നവൻ ചിരിക്കുകയായിരുന്നു. മുകളിലേക്ക് പൊങ്ങി വന്ന ആ ബബിൾസ് പോലും ഇല്ലാതായപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു. എന്നിട്ട് കോക്പിറ്റിലേക്ക് പോയി. ബോട്ട് ഡോക്കിലേക്ക് തിരിച്ചു. ജെനിഫർ അന്ന് ആ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൊലപാതകത്തിൽ അവൾ സമാനമായ കുറ്റക്കാരിയായിരുന്നു. അത് അവളുടെ ആശയമായിരുന്നു. കൂടുതൽ പണം വേണം എന്നവൾ ആഗ്രഹിച്ചു. ഈ പദ്ധതി അവൾ കണ്ടത് അതിൻ്റെ ഒരു മാർഗമായിട്ടാണ്. അതിനുവേണ്ടിയാണ് അവൾ കുഞ്ഞുമായി പാർക്കിംഗ് ലോട്ടിലെത്തിയത്. ടോമിനെയും ജാക്കിയെയും സീ ട്രയലിന് സമ്മതിപ്പിക്കാൻ, അവരെ കുടുക്കാൻ അവൾ അത് പൂർണ്ണ ബോധത്തോടെയാണ് ചെയ്തത്. ആ ബോട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് ജെനിഫറിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ടോമിനെയും ജാക്കിയെയും അവിടെ എത്തിക്കാൻ അവൾ ശ്രമിച്ചത് അവരെ കൊലപ്പെടുത്താനും അവരുടെ ആ ബോട്ട് കവർന്നെടുക്കാനുമായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന സമയത്തും കൊലപാതകത്തിന് മുൻപും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷവും സ്കൈലർ പലതവണ മാറി നിന്ന് ജെനിഫറിനെ വിളിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവളെ അറിയിക്കുകയും അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഈ കേസിൽ ഏറ്റവും ഭീതിജനകമായ ഘടകങ്ങളിൽ ഒന്നാണ് ജെനിഫറിന്റെയും സ്കൈലറിന്റെയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വീഡിയോ ക്യാമറ. അത് ഹോക്സ് ദമ്പതികളുടെ ക്യാമറയായിരുന്നു. കടലിൽ നടത്തിയ യാത്രകൾ റെക്കോർഡ് ചെയ്യാൻ അവർ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ക്യാമറയായിരുന്നു അത്. പോലീസ് ക്യാമറ കൈപ്പറ്റിയ ശേഷം അതിലുണ്ടായിരുന്ന ടേപ്പ് പ്ലേ ചെയ്ത് നോക്കി. അതിൽ ആദ്യത്തെ ദൃശ്യം ഈ ജാക്കും ടോമും വെൽ ഡിസേർവ്ഡ് എന്ന യാച്ചിന്റെ ഉൾഭാഗം എല്ലാം ഇങ്ങനെ പകർത്തുന്നതാണ്. അതവർ അവസാനം എടുത്ത വീഡിയോ ആയിരുന്നു. അതായത് ആ യാച്ച് വിൽക്കുന്നതിന് മുൻപ് യാച്ചിൽ അവർ അവസാനമായി കഴിയുന്ന ആ നിമിഷങ്ങളെയൊക്കെ വളരെ വേദനയോടുകൂടി അവർ പകർത്തിയെടുത്തിരുന്നു. എങ്കിലും അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. ബോട്ടിനെ നല്ല രീതിയിൽ നോക്കുന്ന ആളുകളെ അവർ കണ്ടെത്തി കഴിഞ്ഞു. ഭാവിയെക്കുറിച്ചും വരാനിരിക്കുന്ന കൊച്ചുമകനെക്കുറിച്ചും അവർ ആവേശത്തോടെ അത് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം പെട്ടെന്ന് കട്ടാകുന്നു. അടുത്തതായി കാണുന്നത് അതേ വർഷത്തെ താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ സ്കൈലറും ജെനിഫറും തങ്ങളുടെ മകളോടൊപ്പം സന്തോഷത്തോടെ കളിക്കുന്ന ദൃശ്യമാണ്. ഇതിന്റെ അർത്ഥം വളരെ ഭീകരമാണ്. ടോമിനെയും ജാക്കിയെയും അത്യന്തം ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയതിന്റെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ക്യാമറ എടുത്ത് സ്കൈലറും ജെനിഫറും തങ്ങളുടെ സ്വന്തം ജീവിതം റെക്കോർഡ് ചെയ്തിരുന്നു. ടോമിന്റെയും ജാക്കിയുടെയും ഓർമ്മകൾക്ക് മുകളിലൂടെ സ്വന്തം ജീവിതം എഴുതി വെക്കുകയായിരുന്നു അവർ ചെയ്തതിനെക്കുറിച്ച് അവർക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അവസാനം എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. അലോൺസോയ്ക്ക് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ മുഴുവൻ വിവരങ്ങളും നൽകിയതിനാലാണ് അവന് ശിക്ഷ കുറച്ചത്. അല്ലെങ്കിൽ അത് കൂടുതൽ കർശനമായേനെ. ജെനിഫറിന് പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ലഭിച്ചു. ജോൺ കെനഡിക്കും സ്കൈലറിനും വധശിക്ഷയാണ് കോടതി വിധിച്ചത്. എനിക്ക് ഈ ഒരു സംഭവത്തിലൂടെ പറയാനുള്ളത്, ഒരാൾക്ക് വിശ്വാസം നൽകുമ്പോൾ അതിന് അവർക്ക് അർഹതയുണ്ടോ എന്ന് ഉറപ്പാക്കണം. സൗമ്യതയും നല്ല പെരുമാറ്റവും ഒരാളുടെ ഉള്ളിലെ ഉദ്ദേശം മറയ്ക്കാൻ കഴിയും. കൂടാതെ പരിചയമില്ലാത്തവരോട്, പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക ഇടപാടുകളിൽ സ്വന്തം സുരക്ഷയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലും അലക്ഷ്യം ഒരിക്കലും അനുവദിക്കരുത്. തുടക്കത്തിലെ ടോമിനി 3 പേരെയും കണ്ടപ്പോൾ അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയിരുന്നു. എന്നിട്ടും അദ്ദേഹം മുന്നോട്ട് പോയി. കാരണം ജെനിഫർ കുഞ്ഞിനെയും കൊണ്ടുവന്നത് കൊണ്ടായിരുന്നു. ജാക്കിക്ക് ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നു. എങ്കിലും ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഇവിടെ എന്തോ തെറ്റ് സംഭവിക്കാൻ പോവുകയാണ് എന്ന് മനസ്സ് പറഞ്ഞ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർക്കണമായിരുന്നു. അത്യാഗ്രഹം മനുഷ്യനെ ഏറ്റവും ക്രൂരനാക്കി മാറ്റും. കൂടുതൽ പണം നേടാനുള്ള ആഗ്രഹം സ്നേഹത്തെയും കരുണയെയും മനുഷ്യത്വത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും. പക്ഷേ എത്ര ക്രൂരത സംഭവിച്ചാലും സത്യം അവസാനം പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്. അക്രമവും വഞ്ചനയും ഒക്കെ കൊണ്ട് രക്ഷപ്പെടാം എന്നൊക്കെ തോന്നാം, പക്ഷെ തീർച്ചയായും അത് സംഭവിക്കില്ല. എവിടെയെങ്കിലും ഒരു വഴി നീതിക്കായി ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ജാഗ്രത, വിവേകം, വിശ്വാസത്തിലെ സൂക്ഷ്മത ഇവയൊക്കെയാണ് ജീവൻ രക്ഷിക്കുന്ന ആയുധങ്ങൾ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും കണ്ടിട്ട് ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ പറയുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.